കുത്തുബുസ്സമാൻ മമ്പുറന്നങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ കൊയിലാണ്ടിയിലായിരുന്നു. ആ കൊയിലാണ്ടിയിലുള്ള ഭാര്യയ്ക്ക് അസുഖമായി. ആളുകൾ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഭാര്യക്ക് സുഖമില്ല, അങ്ങൊന്ന് വരണം. മമ്പുറത്ത് 100,000 പ്രശ്നങ്ങളാണ്. വരാം, നാളെ വരാം, 2 ദിവസം കഴിഞ്ഞ് വരാം എന്നൊക്കെ നിലക്ക് തങ്ങൾ മമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താക്കി അതിനുശേഷം കൊയിലാണ്ടിലേക്ക് പോകാൻ എന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. പിന്നീട് കേട്ടു ആ ഭാര്യ മരണപ്പെട്ടു എന്ന വിവരം. ഞാൻ ഈ പറയുന്ന ചരിത്രം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടുത്തെ മമ്പുറം തങ്ങളെ പേരിൽ അവർ രചിച്ച മൗലിദ് കിതാബിലുണ്ട്. ദാറുൽ ഹുദ ചമ്മാടിൽ നടക്കുന്ന ചമ്മാട് ദാറുൽ ഹുദയിൽ നടക്കുന്ന മമ്പുറം തങ്ങൾ എന്ന മലയാള കൃതിയിൽ ഈ ചരിത്രം കാണാൻ കഴിയും. നമ്മളെന്തോ വെറുതെ വിളിച്ചു പറയുകയല്ല. ഭാര്യ മരിച്ചു. ഉടനെ തന്നെ മമ്പുറം തങ്ങൾ കൊയിലാണ്ടിയിലേക്ക് പോയി. കൊയിലാണ്ടിയിൽ ചെന്നപ്പോ കുടുംബക്കാർക്ക് ഒരു വിമ്മിഷ്ടം. രോഗമായപ്പോ എത്തിയില്ലല്ലോ, ഇപ്പോഴാണോ കടന്നു വരുന്നത്? കുടുംബക്കാരല്ലേ അവര്. മമ്പുറം തങ്ങളോ വലിയ ആളൊക്കെ ആണെങ്കിലും കുടുംബക്കാരാ ഗർവ് കാണിച്ചിട്ട് തങ്ങളോട് ചില ഒരു അത്ര യോജിപ്പില്ലാത്ത സംസാരങ്ങളൊക്കെ നടത്തി. ഈ സമയത്താണോ കടന്നു വരുന്നത്? ഉടനെ തന്നെ കുത്തുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മരിച്ചു കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ഈ രൂപത്തിൽ എന്നെ പറയിപ്പിച്ചിട്ട് വിഷമുണ്ടാക്കി നീ പോകാൻ പാടില്ല, എഴുന്നേൽക്കണം. അവിടുത്തെ വാക്കോടുകൂടി മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഹയാത്തായി. നോക്കൂ നിങ്ങൾ, ഇതിവിടെ സ്ഥിരപ്പെട്ട ചരിത്രമാണ്. ആ ഭാര്യ പിന്നെ വർഷങ്ങൾ ജീവിച്ചു. അതിനുശേഷം അതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് ലോകത്തറിയപ്പെട്ട സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ. ചരിത്രമാണ്.